Hello friends, hello everyone, welcome back. So മക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു പോമാണ് Slumber did spirit my steel എന്ന് പറയുന്ന പോയത്തിന്റെ സമ്മറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. സി ഇവിടെ നോക്കുക ആക്ച്വലി എന്താണ് അദ്ദേഹം അത് പറയുന്നത്. Slumber did my spirit steal എന്ന് പറയുന്ന പോയത്തിൽ ആക്ച്വലി വില്യം വേർഡ്സ്വർത്ത് എന്താ പറയുന്നത്. നമുക്കറിയാം വില്യം വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേറെ എന്താണ് നേച്ചറിനെ എന്താ പറയുക വർണ്ണിച്ചിട്ടില്ലേ, അതിനെങ്ങനെ എന്താ പറയുക ഇമാജിനേഷൻ എന്താ പറയുക അങ്ങനത്തെ എക്സ്ട്രീം ആയിട്ട് അല്ലേ, അതിന്റെ പീക്ക് ലെവലിൽ ഇമാജിനേഷന്റെ പീക്ക് ലെവലിൽ എഴുതുന്ന ഒരു എഴുത്തുകാരൻ ആര്, നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് അല്ലേ. സോ അദ്ദേഹത്തിന്റെ നമ്മളൊക്കെ എന്താ പറയുക സ്ലീപ്ലെസ് ആകുന്ന സമയത്ത്, ഉറക്കമില്ലാത്ത സമയത്ത് we think about our lawns, we think about our burdens, we think about our lags, we think about our lows, we think about our flaws അല്ലേ. പക്ഷേ നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് ഈ പറയുന്ന ഉറക്കമില്ലായ്മയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ചിന്തിക്കുന്നത് അല്ലേ. സോ നോക്കാം നമുക്ക് എങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഉറക്കമില്ലായ്മയെ വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക കവിതയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്നിവിടെ ഡിസ്കസ് ചെയ്യാം. This is one of the Lucy poems from the author William Wordsworth. Okay, the dedication of this poem is to the author's lover. ആക്ച്വലി അദ്ദേഹം എന്താണ് ഈ പോം അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആർക്കാണ്, അദ്ദേഹത്തിന്റെ ലവറിനാണ്. ഹി ഈസ് ഡെഡിക്കേറ്റിംഗ് ദ പോം ടു ഹിസ് ലവർ അല്ലെ. നമ്മൾ ആരാണെങ്കിലും എന്താണ് നമ്മൾ ലവേഴ്സ് അല്ലെങ്കിൽ എന്താണ് when it comes about our love we all become a different person അല്ലെ. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആളായിട്ട് മാറും. A slumber did my spirit seal summary talks about the death of the author's beloved Lucy. തീർച്ചയായിട്ടും ആരെ പറ്റിയാണ്, അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രണയിനി, അദ്ദേഹത്തിന്റെ ലവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നതും മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ പ്രണയിനിയുടെ ഓർമ്മയിലുള്ള ഒരു എന്താണ് ദുഃഖിതമായ കവിതയാണ് എന്ത് ഈ പറയുന്നത് അല്ലേ. ദിസ് poem reflects on the thinking and feeling of the author regarding his beloved's death. ഇദ്ദേഹം ഇതിൽ എന്താ വിഷമം പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രണയിനി അദ്ദേഹത്തിന്റെ ലവർ മരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ലോൺലിനെസ്, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രണയിനി മരണത്തിന് ശേഷവും എന്താണ് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് അവൾ എന്ത് ചെയ്യുകയായിരിക്കും, അവൾ ഈ പ്രകൃതിയോട് പ്രപഞ്ചത്തോട് എങ്ങനെ ഇണങ്ങി ചേർന്നിട്ടുണ്ടാകും. ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് വില്യം വേർഡ്സ്വർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. This poem reflects on the thinking and feeling of the author regarding his beloved's death. Her death has made the soul of the author a seal. Furthermore, the author was in a state of deep sleep. നമ്മുടെ author എന്തായിരുന്നു, he was in a deep sleep അല്ലേ. ഭയങ്കര ഗാഢമായ ഒരു ഉറക്കത്തിലായിരുന്നു ആര്, നമ്മുടെ എഴുത്തുകാരൻ അല്ലേ. This is because the author didn't think about the harsh reality of life. അദ്ദേഹം എന്താ പറയുക, ഇതുവരെ അദ്ദേഹം എന്തില്ല ജീവിതത്തെ കുറിച്ചിട്ടുള്ളൊരു വലിയ ചിന്താഗതിയും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. Life was taken for granted. അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ എന്താണ് ഓക്കെ ആയിരുന്നു. He was happy, he had everything what he wanted. പക്ഷേ most noteworthy, the author came to this realization regarding this harsh truth of life only afterward. അവരുടെ മരണത്തിന് ശേഷം മാത്രമാണ് എന്ത് ഈ പറയുന്ന എഴുത്തുകാരൻ എന്താവുന്നത് അത്രയ്ക്കും വിഷമിക്കുന്നത്, ജീവിതത്തെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത്. അതായത് ഇനി ഞാൻ എന്ത് ചെയ്യും, താൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് എന്തില്ല ഇവിടെ വില്യം വേർഡ്സ്വർത്തിന് ഉത്തരമില്ലാതെയായി പോയല്ലേ. നമുക്കൊക്കെ എന്ത് വേണം, ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം, എപ്പോഴും ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളെ കയ്യിൽ വേണം. ഞാൻ ഇനി എന്ത് ചെയ്യും മുന്നോട്ട് എന്നുള്ള ഉത്തരം ഉണ്ടായാലും നമുക്ക് എന്തുള്ളൂ, മുന്നോട്ടേക്ക് യാത്രയുള്ളൂ. പക്ഷെ ഇവിടെ എന്തില്ല, വില്യം വേർഡ്സ്വർത്തിന് അതുണ്ടാവാത്ത പോലെയായി. However, by this time it was too late. Now Lucy is buried within the earth. ഇപ്പൊ അവൾ എവിടെ എത്തി, ഒത്തിരി താമസിച്ചു പോയി. ഞാൻ എന്ത് ചെയ്തു റിയാലിറ്റി റിയലൈസ് ചെയ്യുമ്പോൾ ഇന്ന് അവൾ എവിടെയാണ്, മണ്ണിന്റെ അടിയിലാണ് കിടന്നുറങ്ങുന്നത്. Furthermore, dead Lucy now rotates along with the earth. നമുക്കറിയാം മരണത്തിന് ശേഷം നമ്മളൊക്കെ എന്താകും, we all leave our physical body and our energy, it just spreads to the nature, it just spreads to the universe, it just joins with the universe. എനർജി ആയിട്ട് എന്ത് ചെയ്യും, ഈ പ്രപഞ്ചത്തോട് കൂടിച്ചേരും. അവൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, എനർജിയായി ഒരു ആറ്റമായി അവൾ എന്ത് ചെയ്യുന്നടാ ഈ പ്രപഞ്ചത്തിൽ കറങ്ങി നടക്കുന്നു. One day she will become part of the earth itself. ഒരു ദിവസം എന്താണത് അവള് വീണ്ടും ഒരുപക്ഷെ എന്തായിരിക്കും ഒരു പുനർജന്മമുണ്ടെങ്കിൽ അവള് വീണ്ടും എന്താകാം ഈ ഭൂമിയുടെ ഭാഗമാ. ഇന്നും തീർച്ചയായിട്ടും അവൾ എന്താണ് മണ്ണിൽ അലിഞ്ഞു ചേർന്നതുകൂടി അവൾ എന്തിന്റെ ഭാഗമായി തീർന്നു, വീണ്ടും എന്താണ് നമ്മളൊക്കെ എന്താ ജനിച്ച് വീണ്ടും മണ്ണിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്തു അലിഞ്ഞു ചേർന്നു. അതുപോലെ തന്നെ അവളും എന്ത് ചെയ്തു, മണ്ണിൽ നിന്നും വന്ന വീണ്ടും മണ്ണിലേക്ക് തന്നെ എന്ത് ചെയ്തു അവളും എന്ത് ചെയ്തു തിരിച്ചു പോയി അല്ലേ. സോ ഇത്രയും ഭംഗിയായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ കവിത ഇവിടെ അവതരിപ്പിക്കുന്നത്. So this is what I wanted to teach you all today. Hope you all enjoyed it. Like this we will be discussing all the summaries of the poems. Okay, so thank you guys, thank you so much. Bye bye.